നമഃശിവായ. ഭദ്രാമൃതത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രീ മഹാഭദ്രകാളി സഹസ്രനാമ സ്തോത്രത്തിൻ്റെ 21 ഭാഗങ്ങളിലായിട്ട് വരുന്ന ദേവിയുടെ നാനാനാമങ്ങളെയാണ് നമ്മൾ ഇതുവരെ വിശദീകരിച്ചത്. ഇന്ന് നാം പറയുന്നത് 22, 23 എന്ന ഭാഗങ്ങളിലെ ദേവിയുടെ നാനാനാമങ്ങളെ കുറിച്ചിട്ടാണ്. ഗീതപ്രിയ, വാദ്യരഥ, പ്രേത നൃത്യപരായണ. ഗീതപ്രിയയായ ദേവി വാദ്യങ്ങളിൽ സന്തോഷിച്ചിരിക്കുന്നു. സ്തുതികൾ, നാമാഘോഷങ്ങൾ, ഗീതകളിലും ദേവി പ്രസാദിക്കുന്നു. വടകതുന്തുഭി പോലെയുള്ള വലിയ പെരുമ്പറ വാദ്യങ്ങളിൽ ലയിച്ചിരിക്കുന്ന ദേവി സദാ പ്രേതങ്ങളിൽ നൃത്തം ചെയ്തുകൊണ്ടിരിക്കുന്നു. ചതുർഭുജ, ദശഭുജ, അഷ്ടദശഭുജ തഥാ. 4 കൈകളോടുകൂടിയ ചതുർഭുജയായും 8 കൈകളോടുകൂടിയ അഷ്ടഭുജയായും 18 കൈകളോടുകൂടിയ മഹാകാലകാളിയും ഭഗവതി തന്നെയാണ്. കാർത്യായനി, ജഗന്മാത, ജഗതി, പരമേശ്വരി. ബ്രഹ്മാവിൽ നിന്നും അമൃതതയ്ക്കായുള്ള വരം നേടാൻ തപസ്സു ചെയ്ത് ഏത് മൃഗത്തിൻ്റെയും രൂപം മാറാൻ കഴിവുള്ള മഹിഷാസുരന്റെ സ്വേച്ഛാധിപത്യത്തിൽ നിന്നും രക്ഷ നേടാൻ ദേവതകൾ ത്രിമൂർത്തികളെ അഭയം പ്രാപിച്ചു. മരണമില്ലാത്ത വരം നൽകാൻ കഴിയാത്തതിനാൽ ഒരു സ്ത്രീയെ കൊണ്ട് മാത്രമേ തന്നെ വധിക്കാൻ കഴിയൂ എന്ന വരം വാങ്ങിയ അസുരനെ വധിക്കാനായി ത്രിമൂർത്തികളിൽ നിന്നും സർവ്വദേവതകളിൽ നിന്നും ശക്തികൾ ഏറ്റുവാങ്ങി മൂലപ്രകൃതി പുതിയൊരു രൂപം സ്വീകരിച്ച് അവതരിച്ചു. ഇതിനിടയിൽ ദേവീ ഭക്തനായ കാർത്യായന മുനി പാർവതി തന്റെ മകളായി ജനിക്കാൻ കഠിന തപസ്സു ചെയ്യുകയായിരുന്നു. അപ്രകാരം കാർത്യാ മഹർഷിയുടെ മകളായി ദേവി ജനിച്ചതിനാൽ കാർത്യായനി എന്നു നാമം സിദ്ധിച്ചു. 18 കൈകളോടുകൂടി മഹിഷാസുരം വധം നടത്തി ദേവി മഹിഷാസുര മർദ്ദിനി എന്നും അറിയപ്പെട്ടു. നവരാത്രികളിൽ 6ാമത്തെ ദുർഗയായി ദേവിയെ ആരാധിക്കുന്നു. ജഗത്തിന്റെ മാതാവായിരിക്കുന്ന ജഗത് മാത. ഈ ജഗത്തായിരിക്കുന്ന ദേവി പരമശിവയായ ഈശ്വരിയാകുന്നതിനാൽ പരമേശ്വരി എന്നും നാമം. ജഗത് ബന്ധുർ ജഗദ്ധാത്രി, ജഗദാനന്ദകാരിണി. ഇക്കാണായ പ്രപഞ്ചത്തിന്റെ ഏകബന്ധുവും ഈ ജഗത്തായിട്ടിരിക്കുന്നതും ജഗത്തിൽ ആനന്ദമയായി അനുഗ്രഹമായിരിക്കുന്നവളും ദേവി തന്നെയാണ്. നന്ദികേശ്വര പ്രണാമം. ഭഗവാൻ ശൂലപാണി. നമ പാർവതീപദേ. ഹര ഹര മഹാദേവ.